ശരിക്കും പറഞ്ഞാൽ ഒരു 100% സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ജോലി ആയിരുന്നില്ല ഇത്. ഞാൻ കൺഫ്യൂഷനായിട്ട് തീരുമാനിക്കാനാവാതെ വിഷമിച്ചിരുന്ന സമയത്ത് ശരിക്കും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് ഉറപ്പാണ് ഈശോ എന്നിലൂടെ പ്രവർത്തിക്കുന്നതാണ് എന്നെനിക്ക് നല്ല ഉറപ്പാണ്. അങ്ങനെയാണ് എൻ്റെ എല്ലാ എക്സ്പീരിയൻസുകളും. ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെ വിദ്യാഭ്യാസമോ ഈവൻ ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കാൻ ഇല്ലാത്ത മനുഷ്യരാണ് അവിടെ ഉള്ളത്. എത്ര അപമാനിച്ചാലും എത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഇനിയും സിസ്റ്റേഴ്സും വൈദികരും ഈ ലോകത്തിലുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പാർട്ട്ണറാണ് എൻ്റെ പാർട്ട്ണർ. അപ്പം ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ വിളി എത്ര മഹത്തരാണല്ലേ. സിസ്റ്റർ ആൻഡ്രീസയുടെ ആ ഒരു ദൈവവിളിയെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കേട്ടത്. ഇനി സിസ്റ്റർ ആയതിനു ശേഷം സിസ്റ്ററിൻ്റെ ആ ഒരു ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കേൾക്കാം. ഇപ്പോൾ അവരുടെ ഫാമിലീസൊക്കെ വരുമ്പം വിഷമങ്ങളും കാര്യങ്ങളും തീർച്ചയായും ഒരു വ്യക്തി മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയാകുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കുന്നത് ആ വ്യക്തി മാത്രമല്ല, അവരുടെ ഫാമിലി. ഒരു പക്ഷേ അമ്മ, അപ്പൻ, അല്ലെങ്കിൽ ഭാര്യ, കുട്ടികൾ, ഇവരെല്ലാം ഇതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ എല്ലാം വേദനകൾ കാണാൻ പലരുടെയും വീടുകളിൽ പോകാനായിട്ട് എനിക്ക് ഇടയായിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു 100% സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ജോലി ആയിരുന്നില്ല ഇത്. കാരണം ഇവർ കുറച്ച് നാൾ ഒരു 4 months കോഴ്സാണ് ഞാൻ നിന്നിരുന്ന ആ സെൻറ്ററിൽ ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് നാളൊക്കെ അവർ വളരെ സോബറായിട്ട് നന്നായിട്ട് ജീവിക്കെങ്കിലും വീണ്ടും അവർ റിലാക്സ് ആകുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. പക്ഷേ എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു സംതൃപ്തി. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇന്ന് ഒരുപാട് നല്ല കാര്യം ചെയ്യാൻ സാധിച്ചു എന്ന് ഓരോ ദിവസവും എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ദിവസങ്ങളായിരുന്നു ഞാൻ നാഗാലാൻഡിലായിരുന്നപ്പോഴുണ്ടായിരുന്നു. അതുപോലെ തന്നെ വില്ലേജുകളിൽ റൂറൽ ക്യാമ്പിന് പോകുമ്പോഴാണെങ്കിലും ഞങ്ങളുടെ സെൻറ്റർ ഒരു ടൗൺഷിപ്പിലാണെങ്കിലും നമ്മൾ കുറച്ചും കൂടി ഇൻറ്റീരിയർ ആയിട്ടുള്ള വില്ലേജുകളിലൊക്കെ പോകുമ്പോൾ ശരിക്കും ചില വില്ലേജുകളെല്ലാം ഒരു 100 വർഷം മുമ്പുള്ള കേരളത്തിൻ്റെ അവസ്ഥയാണ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും പാവങ്ങളും ഒരു ഡെവലപ്മെൻ്റ് ആയിട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ. എല്ലാ സ്ഥലങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല, അങ്ങനെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ, അതായത് നമ്മൾക്ക് അറിവുള്ളവരും കഴിവുള്ളവരുമായിട്ട് ഉള്ളവർ, സന്നദ്ധതയും ഉള്ളവരാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അവിടെ ഉണ്ട്. അത്രയും നല്ലൊരു മിഷൻ ഏരിയ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ആയിരുന്ന ഓരോ ദിവസവും എനിക്ക് സന്തോഷവും സംതൃപ്തിയും അതുപോലെ തന്നെ അഭിമാനവും നൽകുന്ന ദിവസങ്ങളായിരുന്നു. എത്ര നാളുണ്ടായിരുന്നു? 3 വർഷം. കുറച്ച് നാൾ ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ സെയിൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ CBCIയുടെ ഒരു ഹോസ്പിറ്റലാണ്. അപ്പം അവിടെ 1 വർഷം പ്രാക്ടീസ് ചെയ്തു. അപ്പം 2 തട്ടിലുള്ള ആൾക്കാരുമായിട്ട് ഞാൻ ഇടപെടും. സെയിൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയും, അവിടെയും തീരെ പാവങ്ങൾ വരും. അതുപോലെ തന്നെ കുറച്ചുകൂടി ഹൈ സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസിലുള്ളവരും തീരെ പാവങ്ങളും വരും. അപ്പം 2 തട്ടിലുള്ള ജീവിത രീതിയും അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം കുറച്ചും കൂടിയും ഡെവലപ്ഡ് ഏരിയയിലുള്ള മനുഷ്യർക്ക് ഒരു പക്ഷേ പണത്തിനായിരിക്കില്ല ആവശ്യം, പക്ഷെ അവർക്ക് ഒരുപാട് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം ആ ഒരു രീതിയിൽ കുറേ മനുഷ്യരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ചെയ്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഞാനല്ല ഈ ഒരു ലൈഫ് ചൂസ് ചെയ്തത്, ഈശോ എന്നെ ചൂസ് ചെയ്തു. ഈശോ എന്നെ ഒരു ഉപകരണം ആക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. കാരണം ചില സാഹചര്യങ്ങളിലെല്ലാം എന്ത് ചെയ്യണം, അടുത്തത് എന്ത് ചെയ്യണം, ഈ വ്യക്തിയോട് എന്ത് പറയണം, അല്ലെങ്കിൽ ഈ വ്യക്തിയെ എന്ത് സൊല്യൂഷൻ കൊടുക്കണമെന്ന് ഞാൻ കൺഫ്യൂഷനായിട്ട് തീരുമാനിക്കാനാവാതെ വിഷമിച്ചിരുന്ന സമയത്ത് ശരിക്കും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് ഉറപ്പാണ് ഈശോ എന്നിലൂടെ പ്രവർത്തിക്കുന്നതാണ് എന്നെനിക്ക് നല്ല ഉറപ്പാണ്. അങ്ങനെയാണ് എൻ്റെ എല്ലാ എക്സ്പീരിയൻസുകളും. ഞാനായിട്ട് എടുത്ത തീരുമാനങ്ങളെക്കാളും ഞാൻ ഈശോയ്ക്ക് വിട്ടുകൊടുത്ത്, പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്ത് ചെയ്ത കാര്യങ്ങൾ കുറേയും കൂടെയും ഫലപ്രദമായിട്ടും ലാസ്റ്റിംഗ് ഇഫക്റ്റ് ഉള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്.
നാഗാലാൻഡ് മിഷന് പോയിട്ടുണ്ട്, ബാംഗ്ലൂർ, പിന്നെ ഏതൊക്കെ സ്ഥലങ്ങളിലും മിഷൻ പ്രവർത്തനത്തിനായിട്ട് പോയിട്ടുണ്ട്? ഞാൻ മെയിനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ രണ്ടിടത്താണ്. പിന്നെ ഞാൻ പലയിടത്തും ഞങ്ങളുടെ തന്നെ മിഷൻ സ്റ്റേഷൻസിൽ എല്ലായിടത്തും തന്നെ പോയിട്ടുണ്ട്. ഈയിടെ ഞാൻ ഒഡീഷയിൽ നമ്മുടെ ഒരു പുതിയ മിഷനിൽ പോയിരുന്നു ഒരു മാസത്തേക്ക്. അവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ കേരളത്തിൽ ഒരു 150 വർഷം മുമ്പ് ഉണ്ടായിരുന്നൊരു സാഹചര്യമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഒറീസയുടെ കുറച്ചും കൂടി ഇൻറ്റീരിയർ ആയിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെ വിദ്യാഭ്യാസമോ ഈവൻ ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കാൻ ഇല്ലാത്ത മനുഷ്യരാണ് അവിടെ ഉള്ളത്. അപ്പം എല്ലാ ഭാഗങ്ങളിലില്ല, കുറേ കൂടെയും നമ്മൾ ഉൾഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. അവിടെയുള്ള സ്ത്രീകൾ ഒരു പക്ഷേ നമ്മൾ പുറത്തുനിന്നൊരു സ്ത്രീയെ അവർ കണ്ടിട്ട് പോലുമില്ല. ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ അവർ വീടിൻ്റെ പുറത്ത് പോലും ഇറങ്ങില്ലാത്ത സ്ത്രീകളായിരുന്നു ചില വില്ലേജുകളിലുണ്ടായിരുന്നവർ. പഴയ കൾച്ചറാണ്. പിന്നെ ഞങ്ങൾ പലതവണ പോയി, ഞങ്ങളുടെ സിസ്റ്റേഴ്സ് പലതവണ പോയി അവർക്ക് വൈദ്യസഹായം, നമ്മുടെ മെയിനായിട്ടുള്ള ഇത് ഒരു ഹീലിംഗ് മെഡിക്കൽ മിഷനാണല്ലോ. അപ്പം വൈദ്യസഹായമൊക്കെ കൊടുത്ത്, കാരണം ഒരുപാട് കുട്ടികളൊക്കെ ഇങ്ങനെ ചുമ്മാ പനി വന്ന് ടൈഫോയിഡൊക്കെ വന്ന് അവർക്കറിയില്ല ചികിത്സിക്കാൻ, എങ്ങനെയാണ് ചികിത്സിക്കേണ്ടതെന്ന് അറിയില്ല, എവിടെ പോകണമെന്ന് അറിയില്ല. ഒരുപാട് പേര് മരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ അവിടെ ഒരു മെഡിക്കൽ മിഷൻ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചത്. അപ്പം നമ്മുടെ അടുത്ത് കുറച്ച് രോഗങ്ങൾക്ക് നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കുന്നതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ പതിയെ നമ്മളോട് ചോദിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പറയാനൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ മഹാരാഷ്ട്രയിൽ പോയിട്ടുണ്ട്, നാഗാലാൻഡിൽ തന്നെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. എനിക്ക് ഉണ്ടായ ഒരു അനുഭവം, ഒരിക്കൽ ഒരു ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ മലയാറ്റൂരൊക്കെ പോകുന്ന പോലെ ഒരു മലമുകളിൽ, അത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2000 അടി ഉയരത്തിലുള്ളൊരു മലയാണ്. അപ്പം അന്ന് ഒരു കുരിശിൻ്റെ വഴി കഴിച്ചുകൊണ്ട് നമ്മൾ അവിടുത്തെ വില്ലേജിലുള്ള മനുഷ്യരായും ആ ഇടവകയിലുള്ളവരായിട്ട് നമ്മൾ ആ മലയുടെ എനിക്ക് ആ മല മുകളിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് വിചാരിച്ചില്ല. കാരണം അത്രയ്ക്കും ഹൈറ്റാണ്, സ്റ്റീപ്പായിട്ടുള്ള സ്ഥലങ്ങൾ. മലയാറ്റൂരൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും കയറാം, അത്രയ്ക്കൊരു മലയായിരുന്നു. അപ്പം എൻ്റെ കൂടെ സിസ്റ്റേഴ്സും അവിടുത്തെ വികാരി അച്ഛനും ഇന്നത്തെ ഇറ്റാനഗർ ബിഷപ്പ് ബെന്നി അന്നത്തെ വികാരിയായിരുന്നു അവിടെ. അപ്പം അവിടെ മലയുടെ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞപ്പം കുരിശിൻ്റെ വഴിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു മനുഷ്യൻ പെട്ടെന്ന് കൊളാപ്സ് ചെയ്തു. അയാളിങ്ങനെ ഫിറ്റ്സ് പോലെ കാണിക്കാൻ തുടങ്ങി. അപ്പം ഞാനവരുടെ ഡോക്ടർ, അപ്പം എനിക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞാൻ വേഗം കയറി കുറച്ച് CPR ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ വ്യക്തി പെട്ടെന്ന് റിക്കവർ ചെയ്തു. കാരണം അതൊരു മദ്യപാനിയായ ഒരു മനുഷ്യനായിരുന്നു. ദുഃഖവെള്ളിയാഴ്ച ആയതുകൊണ്ട് അദ്ദേഹം അന്ന് മദ്യം കഴിച്ചില്ല, അതുകൊണ്ട് പെട്ടെന്ന് വിത്ഡ്രോവൽസ് വന്നതായിരുന്നു. അപ്പം പെട്ടെന്ന് നമ്മൾ വേറെ നമുക്ക്, കാരണം 2000 സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയരെയാണ്, വേറെ നമുക്കൊരു മെഡിക്കൽ ഫെസിലിറ്റി നമ്മൾ അതൊന്നും കരുതിയല്ല പോകുന്നത്. പക്ഷെ പെട്ടെന്ന് CPR കൊടുത്തു, ആ വ്യക്തി റിക്കവർ ചെയ്തു. CPR കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഈ വ്യക്തി റിക്കവറായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതുപോലെ ഒരു മെഡിക്കൽ ഫെസിലിറ്റീസും ഇല്ലാത്ത സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട്. ഒരുപാട് മലമുകളിൽ പല വില്ലേജുകളും ഉണ്ട്. അപ്പം അവിടേക്കൊക്കെ എത്തിപ്പെടാൻ ആർക്കും താല്പര്യമില്ല. എല്ലാവരും കംഫർട്ട് സോൺസിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒത്തിരി പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം ഇനിയും നോർത്ത് ഈസ്റ്റിലോ ഒഡീസയിലോ ഇതുപോലെ ഒരുപാട് നമ്മളെക്കൊണ്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. സിസ്റ്റർ, ഈ സഭയോട് ചേരണം എന്നുള്ള മോഹം എന്തുകൊണ്ടാണ് വന്നത്? ഈ സഭയെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞിലേ ഞാൻ ആകെ കണ്ടിട്ടുള്ളത് CMC സിസ്റ്റേഴ്സിനെയാണ്. പിന്നെ എൻ്റെ അമ്മയുടെ ഒരു കസിൻ ആരാധന മഠത്തിലുണ്ട്. അപ്പോൾ ഈ 2 സഭകളെക്കുറിച്ചല്ലാതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞങ്ങളുടെ സിസ്റ്റേഴ്സ് അവിടെ ഞങ്ങളുടെ ഇടവകയിൽ വന്നിരുന്നു. ഒരിക്കൽ ഒരു സിസ്റ്റർ ഞങ്ങളെ പാട്ട് പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട്, വികാരിച്ചും വിളിച്ച് ആക്ഷൻ സോങ് ഒക്കെ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട്. അതല്ലാതെ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഇതുപോലെ വൊക്കേഷൻ പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞ്, അങ്ങനെയാണ് ഞാൻ ഈ സഭയെക്കുറിച്ച് അറിഞ്ഞതും. പിന്നെ വൊക്കേഷൻ ക്യാമ്പിന് വന്നു. അപ്പം സഭയുടെ മിനിസ്ട്രീസിനെ കുറിച്ചും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥാപക പിതാവ് ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ്റെ ജീവിത ചരിത്രത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ കുസുമഗിരി ഹോസ്പിറ്റലിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ, പിന്നെ നമ്മുടെ സീനിയറായിട്ടുള്ള ആദ്യ സഭാംഗങ്ങൾ ചെയ്തിട്ടുള്ള ശുശ്രൂഷകളെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആകർഷണം തോന്നി.
കാരണം ഞാൻ ആഗ്രഹിക്കുന്നതും ഒരു സോഷ്യൽ മിഷൻ അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡാണ് ഞാൻ കുഞ്ഞിലെ മുതൽ എൻ്റെ മനസ്സിൽ ഞാൻ കണക്ക് കൂട്ടി വെച്ചിട്ടുള്ള കാര്യം. അപ്പം അതിനോട് യോജിക്കുന്ന, അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു കോൺഗ്രിഗേഷൻ, ഒരു ക്യാരിസം അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ രീതിയാണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് അങ്ങനെ ഞാൻ തീരുമാനിച്ചതാണ്. അല്ലാതെ സഭയെക്കുറിച്ച് ഞാൻ ഇതിനു മുൻപ് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കതിനോട് വല്ലാത്തൊരു ആകർഷണം തോന്നി. അപ്പോൾ സിസ്റ്റർ ആയിരിക്കുന്ന ഈ ഒരു കോൺഗ്രിഗേഷനെ പറ്റി ഒന്ന് പറയാമോ? ഞങ്ങളുടെ ഈ കോൺഗ്രിഗേഷൻ സ്ഥാപിതമായിട്ട് ഏകദേശം 80 വർഷം പൂർത്തിയായിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ സ്ഥാപക പിതാവ് ഞാൻ പറഞ്ഞില്ലേ ഒരു പണ്ഡിതനായ ഒരു വ്യക്തിയായിരുന്നു. അന്നത്തെ കാലത്ത് 1900-ൻ്റെ ബിഗിനിങ് അച്ഛൻ പട്ടം കിട്ടിയത് 1918-ലാണ്. അപ്പം ആ സമയത്ത് ഒരുപാട് പഠിച്ച്, അതായത് സീറോ മലബാർ സഭയിലെ ആദ്യത്തെ MA-കാരൻ എന്നൊരു പദവി കൂടി അച്ഛനുണ്ട്. കാരണം ആ സമയത്ത് അത്രയും പഠിക്കുകയും ഒരുപാട് PhDയും ഒരുപാട് ഡോക്ടറേറ്റുകളെല്ലാം നേടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം, പഞ്ഞിക്കാരൻ അച്ഛൻ. അപ്പോൾ എങ്കിലും അച്ഛൻ ആ ഒരു സ്ഥാനത്തിൻ്റെ ആ ഒരു പദവി അലങ്കരിച്ചിരിക്കാൻ ആഗ്രഹിക്കാതെ ഏറ്റവും താഴേക്കിടയിൽ, അതായത് കോതമംഗലം മുതൽ ചേർത്തല അച്ഛൻ്റെ വീട്, ഈ ഭാഗങ്ങളെല്ലാം പലതവണ അച്ഛൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഒരു ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തൊരു കാലമാണെന്ന് നമ്മൾ ഓർക്കണം. ഇതുപോലെ വീടുകളോ എല്ലാം കൂരകളിൽ മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വൈദ്യസഹായം ആർക്കും പ്രാപ്യമല്ലാതിരുന്നൊരു സാഹചര്യം. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ തൻ്റെ എല്ലാ പദവിയും ഉണ്ടാക്കാമെന്ന എല്ലാ സ്ഥാനമാനങ്ങളും വേണ്ടെന്ന് വെച്ചിട്ട് അച്ഛൻ ഇങ്ങനെ രോഗി ശുശ്രൂഷ തിരഞ്ഞെടുത്തതാണ്. രോഗി ശുശ്രൂഷ തന്നെയല്ല, അച്ഛൻ പല ശുശ്രൂഷകളും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫലപ്രദമായിട്ട് അച്ഛൻ കണ്ടത് രോഗി ശുശ്രൂഷയാണ്. അപ്പം അങ്ങനെ അച്ഛൻ തിരഞ്ഞെടുത്താണ്. അപ്പം അച്ഛൻ എൻ്റെ മുമ്പിൽ ഒരു വലിയൊരു മാതൃകയാണ്, വല്ലാത്തൊരു ഇൻസ്പിറേഷനാണ്. അതുപോലെ ഞങ്ങളുടെ ആദ്യ സഭാംഗങ്ങൾ, ഞങ്ങളുടെ സീനിയർ സിസ്റ്റേഴ്സ്, അവർ കടന്നു ചെല്ലുന്ന സാഹചര്യങ്ങളും അവർ ചെയ്യുന്ന ശുശ്രൂഷകളും എല്ലാം എപ്പോഴും എനിക്കൊരു അത്ഭുതമാണ്. കാരണം ഇത്രയൊക്കെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുമോ? സ്വന്തം അപ്പനോ അമ്മയോ സ്വന്തം സഹോദരങ്ങളോ അല്ലാതിരുന്നിട്ട് കൂടെ അവരിത്രയും സ്വയം മറന്ന് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നു എന്നതൊക്കെ എനിക്ക് വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. അപ്പം അങ്ങനെയൊരു ജീവിതം നയിക്കണമെന്ന് ഞാനും ആഗ്രഹിച്ച് ഞാൻ തിരഞ്ഞെടുത്താണ് ഈ സഭ. ഞങ്ങൾ ഇപ്പോൾ സന്യാസ ജീവിതത്തെ ആരംഭിച്ചിട്ട് എത്ര വർഷമായി? ഞാൻ 2010 നവംബറിലായിരുന്നു എൻ്റെ ഉടുപ്പിടിയിൽ. അപ്പോൾ അതിനു മുമ്പ് 2004 ഞാൻ മഠത്തിൽ ചേർന്നതാണ്. ഇത് 20 വർഷം ആകുന്നു. 14ാമത്തെ വർഷമാണ് എൻ്റെ സിസ്റ്ററായിട്ടുള്ള 14ാമത്തെ വർഷം. അപ്പം കുഞ്ഞിലെ ഒരു വിശുദ്ധയെ പറ്റി മാത്രമേ അറിയണ്ടായിട്ടുള്ളൂ, വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതം മാത്രം അറിയാവുന്ന ഇപ്പോൾ നിൽക്കുമ്പം സിസ്റ്ററിന് കുറേ വിശുദ്ധന്മാരെ പറ്റി അറിയായിരിക്കാം. അപ്പോൾ ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധൻ ആരാണ്? അതും മടത്തി വന്നതിന് ശേഷമാണ് ഞാൻ ഒരുപാട് ഇത്രയൊക്കെ വിശുദ്ധരുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് മടത്തി വന്നതിന് ശേഷമാണ്. ഒരുപാട് വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ഇടയായി. അപ്പം അതിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ, അതുപോലെ തന്നെ വിശുദ്ധ ഡാമിയൻ. ഇവരെല്ലാം ഇങ്ങനെ സ്വയം ഇല്ലാതായി തീർന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ്. മാക്സിമിലിയൻ കോൾബെ വിശുദ്ധൻ്റെ ജീവിതം നമുക്കറിയാം. അപ്പം കൊല്ലപ്പെടാൻ പോകുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് പകരം പോയ ഒരു വ്യക്തിയാണ്. അപ്പം അതുപോലെ തന്നെ വളരെ ആകർഷിച്ച ചാവറയച്ചനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും അച്ഛൻ്റെ ജീവിതവും അച്ഛൻ സഭയ്ക്ക് നൽകിയ സംഭാവനകളെക്കുറിച്ചൊന്നും ഒരിക്കലും ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടില്ല. ഒരുപാടൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ മഠത്തിന് വന്നതിന് ശേഷമാണ് അച്ഛൻ്റെ ഒരു ലൈഫ്, അതുപോലെ തന്നെ അൽഫോൻസാമ്മയുടെ ജീവിതത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ഡോൺ ബോസ്കോ യൂത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിച്ച് പ്രവർത്തിച്ച് ഒരുപാട് ക്രിറ്റിസിസം എല്ലാം അതിജീവിച്ച ഒരു വ്യക്തിയാണ്. അപ്പം എല്ലാ വിശുദ്ധരും ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചിട്ടുള്ളത് ഇവരെല്ലാമാണ്. അപ്പം ഒരുപാട് വിശുദ്ധരെക്കുറിച്ച് പഠിച്ചത് കൊണ്ട് തന്നെ അവരെ പോലെ വിശുദ്ധമായിട്ടുള്ളൊരു ജീവിതം, കുറേയും കൂടെ ശുശ്രൂഷ മനോഭാവത്തോടുള്ളൊരു ജീവിതം നയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ആണ് ഞാൻ അതെല്ലാമാണ് എനിക്ക് ഇത്രയും നാളും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ എന്നെ എപ്പോഴും ഇൻസ്പയർ ചെയ്യുന്നത് പഞ്ഞിക്കാരൻ അച്ഛനാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ സിസ്റ്റേഴ്സിന് ഒരുപാട് ചാലഞ്ചസ് നേരിടണം. ഒരുപാട് പേര് സിസ്റ്റേഴ്സിനെ മാത്രമല്ല അച്ഛന്മാരെ മോശമായിട്ടൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. പല ന്യൂസും കേൾക്കുമ്പം അത് സിസ്റ്ററിനെ പേഴ്സണലി വേദനിപ്പിക്കാറുണ്ടോ? വേദന തോന്നാറുണ്ട്. കാരണം അപമാനിക്കപ്പെടുന്ന ഓരോ സിസ്റ്ററും ഓരോ അച്ഛനും എൻ്റെ മുഖമാണ്.
ഞാനാണ് അവരെ എന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് വിഷമം തോന്നാറുണ്ട്. പക്ഷേ എത്ര അപമാനിച്ചാലും എത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഇനിയും സിസ്റ്റേഴ്സും വൈദികരും ഈ ലോകത്തിലുണ്ടാകും. കാരണം ഇതൊന്നും നാട്ടുകാരോ ഈ മനുഷ്യരോ തീരുമാനിക്കുന്ന കാര്യമല്ല. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവവിളി എന്ന ഒരു അഗ്നി കൊളുത്തി കൊടുക്കുന്ന ദൈവമാണ്. എൻ്റെ കാര്യം തന്നെ ഞാൻ ഒരിക്കലും വിചാരിക്കാതെ, ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും ഇങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് സ്വപ്നമോ വിചാരിക്കുകയോ പോലും ചെയ്യാത്ത വ്യക്തിയാണ്. എൻ്റെ ഉള്ളിൽ അഗ്നി ഇട്ടത് ഈശോയാണ്. അപ്പം ഈ ജീവിതത്തിൻ്റെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. എല്ലാവരും എത്ര പരിഹസിക്കാൻ ശ്രമിച്ചാലും തേച്ച് മായ്ക്കാൻ ശ്രമിച്ചാലും അതിന് സാധിക്കില്ല. അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് പിന്നെ കർത്താവ് അനുഭവിച്ചതിനേക്കാളും വലിയൊരു കംഫർട്ട് നമ്മൾ പ്രതീക്ഷിക്കരുതല്ലോ. അപ്പം എൻ്റെ ജീവിതത്തിലും എപ്പോഴും വേണമെങ്കിലും ഈ അപമാനങ്ങളെല്ലാം ഉണ്ടായിട്ടില്ലെന്നല്ല, പലപ്പോഴും ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അറിയപ്പെട്ടിട്ടില്ലെന്ന് മാത്രം. എങ്കിലും അവിടെ എല്ലാം ഒരു ധൈര്യവും പ്രചോദനവും എപ്പോഴും ഈശോ തമ്പുരാൻ തന്നെയാണ്. അപ്പം ഇപ്പോൾ സിസ്റ്ററിനെ കണ്ടാലും അച്ഛന്മാരെയൊക്കെ കാണുമ്പോഴും ഞങ്ങളിപ്പോഴുള്ള യൂത്തിന് ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സിസ്റ്റർ ആവാനോ അച്ഛനാവാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷെ പലപ്പോഴും ഈ ലോകത്തിൻ്റെതായ പല പ്രതിസന്ധികൾ കാരണം അതൊക്കെ മാറ്റി വെച്ച് ഈ ഒരു ലൈഫിലോട്ട് പോവാം, അടിച്ചു പൊളിച്ച് നടക്കാം എന്ന് ചിന്തിക്കുന്നവരാകും. ചിലപ്പോൾ സാഹചര്യങ്ങൾ കാരണം പറ്റാത്തവരാവും സിസ്റ്റർ ആവാൻ അച്ഛനാവാനുള്ളവരൊക്കെ. അപ്പം അവരോട് സിസ്റ്ററിന് എന്താ പറയാനുള്ളത്? ഈ കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. കാരണം ഞാൻ ജീവിച്ച് വളർന്ന ഒരു സാഹചര്യമല്ല, എൻ്റയർലി വ്യത്യസ്തമായൊരു സാഹചര്യമാണ് ഇപ്പോൾ. ഏറ്റവും പ്രത്യേകിച്ച് മീഡിയയുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. ആർക്കും ഈ ഒരു സാധനം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം ആർക്കും ദൈവത്തിനെക്കുറിച്ച് ചിന്തിക്കാനോ ദൈവത്തിൻ്റെ ഒരു ഇൻസ്പിറേഷന് ഒന്ന് റെസ്പോണ്ട് ചെയ്യാനോ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആരെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ജീവിത രീതിയെക്കുറിച്ച് ചിന്തിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, ദൈവം എത്തിക്കും. പക്ഷേ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യണം. ഇപ്പം ഒരു ഇൻസ്പിറേഷൻ എനിക്കുണ്ടല്ലോ, അത് ദൈവത്തിൽ നിന്നാണെന്ന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സ്വരം എപ്പോഴും കേട്ട് പരിചയിക്കണം, ദൈവത്തോട് അടുത്ത് നിൽക്കണം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഒരിക്കലും ഒഴിവാക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കോളേജ് പഠിച്ച് ആത്മീയ ജീവിതം എങ്ങനെ നയിച്ചു എന്ന് മുന്നേ ചോദിച്ചു. അപ്പം ഇതെല്ലാം ചെയ്തുകൊണ്ടും ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റും. എല്ലാവരോടും സംസാരിച്ചുകൊണ്ടും ഇപ്പം നമുക്കറിയാം ജീൻസ് ഇട്ട വിശുദ്ധനെക്കുറിച്ച് ആരാണെന്നറിയാം. അപ്പം ഇതെല്ലാം എല്ലാ ലോകത്തിൻ്റെ എല്ലാ ജീവിത രീതികളോടും കൂടെ ആയിരുന്നുകൊണ്ട് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയുടെ ആ ഒരു വിളി തിരിച്ചറിയാനും ആ ഒരു ലൈഫ് അതിൻ്റെ ഫുൾനെസ്സിൽ ജീവിക്കാൻ, അതിൻ്റെ ആ ഏറ്റവും മീനിങ് ജീവിക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ ബ്ലിസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നൊരു പ്രലോഭനം ഈ ലൈഫ് എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഈ ഒരു ലൈഫ് മീനിങ് ഫുള്ളായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇത്രയും ബ്ലിസ്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതം ഇല്ല എന്ന് തന്നെ പറയാം. കാരണം പലരെന്നോട് ചോദിച്ചിട്ടുണ്ട്, ഒരു സിംഗിളായിട്ട് എങ്ങനെ ജീവിക്കാൻ സാധിക്കും, വിവാഹം കഴിക്കാതെ എങ്ങനെ ജീവിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എപ്പോഴും അനുസരിച്ച് എങ്ങനെ ജീവിക്കാൻ സാധിക്കും. ശരിയാണ്, അനുസരണം ഒരു വേദന നൽകുന്നൊരു കാര്യമാണ്. എനിക്കിപ്പോഴും അനുസരണം എളുപ്പമായിട്ടുണ്ടായിട്ടില്ല. കാരണം ചിലപ്പോൾ എൻ്റെ ഒരു പ്ലാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു തീരുമാനങ്ങളൊക്കെ എനിക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴും എൻ്റെ ഇഷ്ടത്തിനെതിരായിട്ടൊരു അധികാരികളിൽ നിന്നും ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ ഒരു തീരുമാനമോ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് 14 വർഷങ്ങൾക്ക് മുമ്പ് അൾത്താരയിൽ ചുണങ്ങുവേലി അൾത്താരയുടെ മുമ്പിൽ വെച്ച് ഞാൻ ഏറ്റെടുത്ത എൻ്റെ വ്രതങ്ങളാണ്. ഞാൻ തീരുമാനിച്ചതാണ്. അനുസരണവും ബ്രഹ്മചര്യവും ദാരിദ്ര്യവും ഏറ്റെടുത്തോളാമെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. അത് ആരും എന്നെ നിർബന്ധിച്ച് ഏൽപ്പിച്ചതല്ല. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരും. അപ്പോൾ പിന്നെ അനുസരണം ബുദ്ധിമുട്ടല്ലാതെ ആയി മാറും. എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് എതിരായിട്ട് ചെയ്യുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ കർത്താവ് അതിന് ശക്തി തരും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു പാർട്ട്ണർ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കാമെന്ന് ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പാർട്ട്ണറാണ് എൻ്റെ പാർട്ട്ണർ. അപ്പം ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇത്രയും നാളും ഈ 20 വർഷത്തിനിടയിൽ അത് എപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരുപക്ഷെ പലതവണ ഈ ജീവിതം മതിയാക്കി അവസാനിപ്പിച്ച് പോകണമെന്ന് ചിന്ത ഉണ്ടായപ്പോൾ പോലും എനിക്ക് സാധിക്കില്ല. കാരണം ഇതെൻ്റെ ജീവിതമാണ്, കർത്താവാണ് എന്നെ വിളിച്ചത്.
ചില സാഹചര്യങ്ങളിലൊക്കെ ഇതെനിക്ക് പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ളപ്പോൾ പോലും അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് സാധിക്കില്ല. കാരണം ഈ ഏറ്റവും ബെസ്റ്റ് പാർട്ട്ണറെ വിട്ടിട്ട് വേറൊരു ലൈഫ് എനിക്ക് ആലോചിക്കാൻ തന്നെ സാധിക്കില്ല. അപ്പം അതാണ് എൻ്റെ ഒരു ധൈര്യവും. അപ്പം ഇനി ഭാവിയിൽ വീണ്ടും ഇനിയും മിഷൻ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് സിസ്റ്ററിന് താല്പര്യമുണ്ടോ, അതോ വേറെ ഏതെങ്കിലും പ്ലാൻസ് ആണോ ഇനിയുള്ളത്? എൻ്റെ അനുഭവത്തിൽ മിഷൻ പ്രദേശങ്ങളിൽ എന്തെങ്കിലും കുറച്ചും കൂടിയും ആക്റ്റീവായിട്ട് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. കാരണം ഇവിടെ ഒരുപാട് പേരുണ്ട്, ആരും ചെല്ലാത്ത ഒരുപാട് നാടുകൾ ഞാൻ കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ്. അപ്പം നമ്മുടെ സഹായം ആവശ്യമുള്ളവർ ഒത്തിരി ഉണ്ട്. ഞാൻ അന്ന് പറഞ്ഞില്ലേ ആ മലമുകളിൽ വെച്ചുണ്ടായ സംഭവം, അതുപോലെ തന്നെ ഒരുപാട് പേര് മരിക്കുന്നതും ചെറിയൊരു അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു മെഡിക്കൽ സപ്പോർട്ട് കൊണ്ടോ രക്ഷപ്പെടാവുന്ന പല ജീവിതങ്ങളും പൊലിഞ്ഞു വീഴുന്ന കഥകളൊക്കെ ഞാൻ കേട്ടു. അപ്പം അവിടെയൊക്കെ എനിക്ക് ലോകം മുഴുവൻ നന്നാക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ എവിടെ ആയിരിക്കുന്നോ അവിടെ ഒരു ചെറിയ വെട്ടമായിട്ട് മാറുക, ഒരു ചെറിയ സഹായമായിട്ട് മാറുക. അത് ഞാനല്ല, എന്നിലൂടെ ഈശോ പ്രവർത്തിക്കുന്നു. എന്നെ എന്ത് ചെയ്യാനും പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ്. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അപ്പം മിഷൻ പ്രദേശങ്ങളാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. താൻ സഞ്ചരിക്കുന്ന വഴികളിൽ ഈശോയുടെ ആ ഒരു വെട്ടം നൽകാൻ ശ്രമിക്കുന്ന സിസ്റ്റർ റോസ്മിയുടെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ. സിസ്റ്റർ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിറഞ്ഞു വെട്ടമാകാനായിട്ട് സിസ്റ്ററിന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിക്കുക. തീർച്ചയായും. താങ്ക് യു.